കള്ളപ്രചാരണങ്ങൾ പൊളിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി 9 PM കടക്കുന്നത്. നവകേരള സേഴ്സിൽ ലോൺ കുടിശ്ശിക ഇളവിനായി അപേക്ഷ നൽകിയവർക്ക് നാമമാത്രമായ തുക ഇളവ് നൽകിയെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമെന്ന് കേരള ബാങ്ക്. കണ്ണൂർ ഇരട്ടി സ്വദേശി 7,640 രൂപ മാത്രമാണ് പലിശ ഇനത്തിൽ അടയ്ക്കാനുള്ളതെന്നും ഇതിന്റെ 5% നിയമാനുസൃതമായി ഇളവ് നൽകിയതെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. 3,97,731 രൂപ കുടിശ്ശികയുള്ളതിൽ 515 രൂപ മാത്രം ഇളവ് നൽകിയെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് കേരള ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇരിട്ടി കിളിയന്ത്ര സ്വദേശി കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ഭവന വായ്പ എടുത്തത്. 2023 ഡിസംബർ 26 പ്രകാരം 3,89,680 രൂപ മുതലും 7,640 രൂപ പലിശയും 133 രൂപ പിഴപ്പലിശയും 278 രൂപ ബാങ്ക് ചാർജും ചേരുന്നതാണ് ബാക്കിയുള്ള ലോൺ തുക. ഇത് വായ്പാ കുടിശ്ശികയല്ല. കേരള ബാങ്ക് സർക്കുലർ പ്രകാരം പലിശയുടെ 5% പരമാവധി ഇളവ് നൽകാൻ കഴിയുക. ഇതുപ്രകാരം പലിശയായ 7,640 രൂപയുടെ 5%വും പിഴപ്പലിശയും ചേർത്ത തുകയാണ് ഇളവ് നൽകിയതെന്ന് കേരള ബാങ്ക് CPC DGM യു മനോജ് പറഞ്ഞു. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വസ്തുതക്ക് നിരക്കാത്ത രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പല ചാനലുകളും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പലിശയിൽ 7,160 രൂപയും പിഴപ്പലിശയിൽ 438 രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. പലിശയുടെ 5% നമ്മുടെ വേവറായിട്ട് നൽകുന്നത്. പിഴപ്പലിശ കംപ്ലീറ്റ് ആയിട്ട് പലിശയുടെ 5% വേവറായിട്ട് നൽകുകയാണ് സാധാരണ ലോൺ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് അതുപോലെയാണ് നൽകി കൊടുത്തിരുന്നത്. നവകേരള സദസ്സിൽ ലോൺ ഇളവിനായി ലഭിച്ച അപേക്ഷകളെല്ലാം വേഗത്തിൽ തീർപ്പാക്കുകയാണെന്ന് കണ്ണൂർ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. 3,97,731 രൂപ കുടിശ്ശികയിൽ 515 രൂപ മാത്രം ഇളവ് നൽകിയെന്ന വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിയമപ്രകാരം അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള ഇളവനുവാദം ആണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഡ്യൂ ആവാത്ത എമൗണ്ടാണ്. അത്രയും തുക അദ്ദേഹം അടയ്ക്കേണ്ടതുണ്ട്. അതിൽ തന്നെ 3,89,680 രൂപ മുതൽ ഇനത്തിൽ ആണ് ബാക്കി നിൽപ്പുള്ളത്. മുതൽ ഇനത്തിലുള്ള തുക എഴുതിത്തള്ളാനുള്ള സ്കീം ഇപ്പോൾ നമുക്കില്ല. അത് പൂർണ്ണമായിട്ടും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വായ്പയുടെ നിലവിലുള്ള പരിസ്ഥിതി. അദ്ദേഹത്തിന് ഇളവ് അനുവദിച്ചിട്ടുള്ള 515 രൂപ നിയമാനുസരണം ഇപ്പോൾ കിട്ടേണ്ട ഇളവ് അനുവാദമാണ്. വസ്തുതാ വിരുദ്ധമായ വാർത്ത കൊടുത്തവർ 7,640 രൂപ പലിശയിൽ നിന്നാണ് 515 രൂപ ഇളവ് നൽകിയതെന്ന് തിരുത്തി പറയാൻ തയ്യാറാകണമെന്നും കേരള ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കണ്ണൂർ.